കാസർഗോട്ടെ നിർധന രോഗികളുടെ അത്താണിയായി ഡോക്ടർ ബാജ കേശവ ഭട്ട് മെഡിക്കൽ ക്യാമ്പുകളിലൂടെ ആയിരക്കണക്കിന് രോഗികൾക്കാണ് ഇദ്ദേഹം സൗജന്യ ചികിത്സ നൽകിയത്. ലളിത ജീവിതത്തിനുടമയായ ഡോക്ടർ കേശവ ഭട്ട് രോഗികൾക്ക് ഏതു സമയത്തും ചികിത്സ ഉറപ്പുവരുത്താൻ സദാ സന്നദ്ധനാണ്. This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. 1977 കർണാടകയിലെ ദാവൻകര മെഡിക്കൽ കോളേജിൽ നിന്നാണ് കേശവ ഭട്ട് MBBS പൂർത്തിയാക്കിയത്. തുടർന്ന് ദാവൻകരയിലെ സത്യസായി സമിതി നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം കാരുണ്യ മേഖലയിലേക്ക് കാലെടുത്തു വെച്ചത്. തുടർന്ന് 1978 മുതൽ 82 വരെ പുട്ടപർത്തിയിലെ സത്യസായി ഹോസ്പിറ്റലിലും കേശവ ഭട്ട് സേവനം ചെയ്തു. പിന്നീട് ഇദ്ദേഹം കാസർഗോട്ടെത്തുകയും പ്രശാന്തി നഴ്സിംഗ് ഹോമിൽ സേവനം ആരംഭിക്കുകയും ചെയ്തു. ഇതോടൊപ്പം അശരണരായ കുടുംബങ്ങൾക്ക് സ്വന്തം ചിലവിൽ വീട് നിർമ്മിച്ച് നൽകിയതിലൂടെ ശ്രദ്ധേയനായ കുമ്പള സായിറാം ഭട്ട് വീട്ടിൽ സംഘടിപ്പിച്ചു വന്നിരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിലും ഡോക്ടർ കേശവ ഭട്ട് സജീവമായിരുന്നു. പിന്നീട് സായി മന്ദിരത്തിൻ്റെ നേതൃത്വത്തിൽ ആഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിലും ഇദ്ദേഹം സേവനം ചെയ്തു. ഇവിടെ 750-ലധികം രോഗികളെ വരെ ഒരു ദിവസം ചികിത്സിച്ചതായി ഡോക്ടർ ഓർത്തെടുക്കുന്നു. ഏകദേശം 85 മുതൽ 95 വരെ സീതാങ്കുളിൻ്റെ അടുത്തുള്ള സായിറാം ഭട്ട് അവരെ വീട്ടിൽ ആദ്യ മെഡിക്കൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 96 മുതൽ അവിടെ ക്യാമ്പ് കാര്യമായിട്ട് തുടങ്ങുമ്പോൾ ആഴ്ച അവിടെ പോയിക്കൊണ്ട് അവിടെ വന്ന പേഷ്യൻസിന് മരുന്ന് സൗജന്യമായിട്ട് കൺസൾട്ടേഷനും സൗജന്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം പേഷ്യൻസ് 100, 150, 200, 750 വരെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ചിലപ്പോൾ. നിലവിൽ നെല്ലിക്കുന്ന് ബീച്ച് റോഡിൽ ക്ലിനിക്ക് നടത്തി വരുന്ന ഡോക്ടർ കേശവ ഭട്ട് കാസർഗോഡ് സത്യസായി സേവാ സമിതി നടത്തുന്ന ക്യാമ്പിലൂടെയാണ് ഇപ്പോൾ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നത്. 2006 കാസർഗോഡിൽ ശാന്തദുർഗാമ്പ് റോഡിലുണ്ട് ശ്രീ സത്യസായി സേവാ സെൻറ്ററിൽ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി. അവിടെ ചെയ്യുമ്പോൾ കാസർഗോഡിൽ ചെയ്യുമ്പോൾ ഡോക്ടർ ഗീത സത്യനാഥ്, രണ്ടാൾ ഫ്രം മേൽപ്പറമ്പ്, അവർ കൂടിയിട്ട് സത്യസായി സേവാ സമിതിൻ്റെ മെമ്പേഴ്സിയുടെ സഹകാരങ്ങളോട് കൂടി ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു. ഇന്നുവരെ ചെയ്തുകൊണ്ടുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഏപ്രിൽ മുതൽ ക്യാമ്പ് താത്കാലികമായി നിർത്തിച്ചിട്ടുണ്ട്. ക്യാമ്പിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻറ്റിനെയും നോക്കുന്നത് മരുന്ന് സൗജന്യമാണ്, പൈസ ആർക്കും വാങ്ങാനില്ല. ഹെൽപ്പ് എവർ ഹർട്ട് നെവർ എന്ന് പറയുന്ന പ്രിൻസിപ്പലാണ്. ഹ്യൂമാനിറ്റി സ്വാമിൻ്റെ ക്യാമ്പിൽ എവിടെ സത്യസായി പേരിൽ വർക്ക് ചെയ്യുന്ന ആൾ ജാതിയാട്ട്, മതമാട്ട്, പൊളിറ്റിക്സ് എന്ന് പറയുന്ന എൻട്രൻസ് ഇല്ല. എല്ലാവരും ഈക്വലായിട്ട് കൺസിഡർ ചെയ്തിട്ട് സഫറിങ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഭഗവാൻ സത്യസായി ബാബയുടെ പ്രിൻസിപ്പിൾസിലാണ് ഈ ക്യാമ്പുകളെല്ലാം നടക്കുന്നത്. കാസർഗോഡ് ബീരന്തവയലിലെ താമസക്കാരനാണ് ഡോക്ടർ. വിശ്രമ ജീവിതം നയിക്കേണ്ട വേളയിലും ഇദ്ദേഹം കർമ്മനിരതനാണ്. ലളിത ജീവിതം നയിക്കുന്ന ഇദ്ദേഹം സാധാരണക്കാരനായി ജീവിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. കുന്താപുരയിലെ മുൻ MLA ഹൽസനാട് സുബ്ബറാവുവിൻ്റെ മകൾ ഗീതയാണ് ഭാര്യ. അമേരിക്കയിലെ നെറ്റ്ഫ്ലിക്സ് കമ്പനിയിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആദിത്യ പ്രകാശ് ഡൽഹി എയിംസിൽ നിന്നും സൈക്യാട്രിയിൽ MD പൂർത്തിയാക്കി ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ സത്യപ്രകാശ് എന്നിവർ മക്കളാണ്. ന്യൂസ് ഡെസ്ക് KCN.